ഞങ്ങളെടുത്ത നിലപാട് അന്ന് തന്നെ ഞാൻ പറഞ്ഞ നിലപാട് ഈ രീതിയിൽ കുട്ടികളെ സ്കൂളിൽ നിന്ന് ഇറക്കി നിർത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. പക്ഷേ നവകേരള യാത്ര എത്തിയപ്പോൾ ഈ നിലപാടെല്ലാം കാറ്റിൽ പറന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരുമ്പോൾ നാടൊട്ടുക്ക് റോഡിൽ കാത്തുകെട്ടി നിൽക്കണമെന്നാണ് ചിലരുടെ ആഗ്രഹം. സ്കൂളിലേക്ക് പഠിക്കാൻ പോയ വിദ്യാർത്ഥികൾക്കും രക്ഷയില്ല. ആദ്യം പണി കിട്ടിയത് തലശ്ശേരി ചമ്പാട് സർക്കാർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ്. വലിയ വിമർശനമുയർന്നു. കോടതിയിൽ പരാതി പോയി. കുട്ടികളെ വെയിലത്ത് നിർത്തില്ലെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകി. പക്ഷേ ചങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെ. നവകേരളം കോഴിക്കോട്ടെത്തിയപ്പോൾ ദേ കുട്ടികൾ വീണ്ടും റോട്ടിൽ. അധ്യാപകർ പറഞ്ഞിട്ട് വന്നതാണെന്ന് വടകര കടത്തനാട് രാജാസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. തീർന്നില്ല. നവകേരള യാത്ര മലപ്പുറം ജില്ലയിലെത്തിയപ്പോൾ പണി കിട്ടിയത് എടപ്പാൾ തുയ്യം സർക്കാർ LP സ്കൂളിലെ കുട്ടികൾക്കാണ്. വിമർശനം രൂക്ഷമായി. ബാലാവകാശ കമ്മീഷൻ വരെ ഇടപെട്ടു. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിക്ക് ന്യായീകരണങ്ങളുണ്ടായിരുന്നു. നവകേരള സദസ്സ് മഹാ അത്ഭുതമാണ്. അത് കാണാനെത്തുന്ന കുട്ടികളെ ആർക്ക് തടയാൻ കഴിയും? കൗതുകവും ആശ്ചര്യവും ബഹുമാനവുമെല്ലാം ഒരു തോന്നലാണ്. അത് ആളുകൾക്ക് സ്വയം ഉണ്ടാകേണ്ടതാണ്, ആരും അടിച്ചേൽപ്പിക്കേണ്ടതല്ല. കുട്ടികളും എല്ലാ അവകാശങ്ങളുമുള്ള വ്യക്തികളാണ്. നവകേരളത്തിനെങ്കിലും അത് തിരിച്ചറിയാൻ കഴിയണ്ടേ? പ്രജോഷ് കുമാറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.